മടിയന്മാരാണ് അത്ര ഏറ്റവും കൂടുതൽ എളുപ്പപ്പണികൾ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു മടിയുള്ള ദിവസത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം വൈകുന്നേരം 4 മണി ചായക്കുള്ള കടിയുണ്ടല്ലോ, അതും കൂടെ സെറ്റാക്കാന്ന് വിചാരിച്ചു. ഈ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ കയ്യിലേ ഒരുപാട് പൊടിക്കൈകൾ ഉണ്ടാവും. അവര് പഠിക്കുന്ന വിഷയത്തിലുപരി അവർ നന്നായിട്ട് ജീവിതം പഠിച്ചിട്ടുണ്ടാവും. അല്ല, പഠിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നതാണ് ശരി കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. കുറച്ചു കാലമെങ്കിലും നമ്മൾ വീട് വിട്ട് നിന്ന് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു ജീവിതാനുഭവത്തിനും ഒരു എക്സ്പീരിയൻസിനും ഒക്കെ വേണ്ടിയിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആണ് ആ ലൈഫ്. വീട്ടിലെ ഒരു പുലിയാണെന്നുണ്ടെങ്കിലേ ഹോസ്റ്റലിലെ ഒരു പൂച്ചക്കുട്ടികളാവും. അമ്മ ഉണ്ടാക്കി തരുന്ന എല്ലാ വിഭവത്തിനും കുറ്റം പറയുന്നവര് ഈ കൊഴുക്കട്ടയും അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്ത് സ്വാദോട് കൂടിയിട്ടാണെന്നറിയോ കഴിക്കുക. അങ്ങനെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് കൊഴുക്കട്ട, അട, അതുപോലെ തന്നെ മണിപ്പൂട്ട് എന്ന് പറയുന്നത്. ഇത് മൂന്നും ഒരു ഫീലിങ്സിൽ തന്നെയാണ് കഴിയുന്നത് കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാളികേരവും ശർക്കരയും അവിലും കൂടി വിളയിച്ചെടുത്തു. ഇച്ചിരി ജീരകവും ചെറുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞിടും കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഇതാ നമ്മുടെ അടയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാരത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അടയുണ്ടല്ലോ ആ ഒരു ടേസ്റ്റിൽ വരും കേട്ടോ. അവരവിടെ ലൂസാക്കിയിട്ട് മാവ് ലൂസാക്കിയിട്ട് ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മളിവിടെ കട്ടിയിൽ പരത്തിയെടുത്തു എന്ന് മാത്രം. ബാക്കി വന്ന അതേ മാവിൽ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി, മണിപ്പൂട്ട് ഉണ്ടാക്കി, നമ്മുടെ തൃശ്ശൂരുകാരെ സ്പെഷ്യൽ ആയിട്ടുള്ള പീച്ചാമ്പൊടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. അട വെന്തു ചൂടാറിയിട്ടാ, ബാക്കിയുള്ളത് വെന്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ഉരുണ്ട മണികളാക്കിയിട്ടേ അത് നമ്മൾ നാളികേരം പാലിലിട്ട് കഴിക്കുന്നതാണ് ഇവിടുത്തെ മണിപ്പൂട്ട് എന്ന് പറയുന്നത്. വേറെ സ്റ്റൈലിൽ പുട്ട് പോലും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ നമ്മളിവിടെ ഇതാണ് ട്രൈ ചെയ്യണത്. ആ ഫീലിങ്സ് തന്നെ ഉരുട്ടി അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചപ്പോൾ നമ്മുടെ കൊഴുക്കോട്ട ആയിട്ടുണ്ട്. പിന്നെ പീച്ചാമ്പൊടി എന്ന് പറയുന്നത് കുറച്ച് എക്സ്ട്രാ നാളികേരം കൂടെ നമ്മളിത് ചേർത്തിട്ടേ ഇതിനെ ഇങ്ങനെ ഒന്ന് പീച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് വേവിച്ചെടുക്കും. അതിനാണ് പീച്ചാമ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തോരം വിഭവങ്ങളല്ലേ നമ്മൾ ഒരൊറ്റ മാവിൽ ഉണ്ടാക്കിയെടുത്തത്. സംഭവം കിടുവാണ്, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.